നിലമ്പൂരിൽ പി.വി. അൻവറിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്ന നിലപാടിൽ കോൺഗ്രസ്. ആര്യാടൻ ഷൌക്കത്തിനെ മോശക്കാരനാക്കി അൻവർ നടത്തിയ പ്രതികരണങ്ങളിൽ കോൺഗ്രസിന് കടുത്ത അതൃപ്തിയുണ്ട്. ഘടകകക്ഷിയാക്കാൻ നേരത്തെ ഏകദേശ ധാരണയായിരുന്നുവെങ്കിലും അതുപോലും ഇനി പറ്റില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഉറപ്പിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമാണ് പി.വി. അൻവർ നടത്തുന്നതെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അൻവർ ഉണ്ടാക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കൃത്യമായി വിലയിരുത്തിയ ശേഷമാണ് കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതായത് അൻവറിന്റെ സമ്മർദ്ദ തന്ത്രത്തിന് വഴങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് എത്തിയിരിക്കുന്നത്. അതൊരു വലിയ കീഴ്വഴക്കമായി മാറും എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ആര്യാടൻ ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത് തന്നെ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. വി.എസ്. ജോയിയെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു കോൺഗ്രസ് ക്യാമ്പ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ജോയി വേണ്ട, പകരം ഷൌക്കത്ത് എന്ന തീരുമാനത്തിലേക്ക് എത്താൻ ജോയിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ജോയിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ മതി എന്ന പരസ്യ തീരുമാനം അൻവർ പറഞ്ഞതോടുകൂടിയാണ് ആ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ അത് നാളെ പല ഘടകകക്ഷികളും ആവർത്തിക്കുമെന്നും അവർ വിലയിരുത്തുന്നു. ഇതുവരെ പി.വി. അൻവർ ഉയർത്തിപ്പിടിച്ചിരുന്നത് പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്തി പോകേണ്ട സമയത്ത് അതിനെ ദുർബലപ്പെടുത്തുന്ന ഒന്നും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അൻവറിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ UDF പ്രവേശനം എന്നത് തന്നെയാണ്. അതിനാണ് അൻവർ ഇങ്ങനെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം നടത്തുന്നതെന്ന് UDF തിരിച്ചറിയുന്നുണ്ട്. മാത്രവുമല്ല, അൻവർ കൃത്യമായി ആവശ്യപ്പെടുന്നത് സീറ്റുകളുടെ കാര്യമാണ്. 3 സീറ്റെങ്കിലും തന്റെ പാർട്ടിക്ക് വേണം എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നു. കുറഞ്ഞത് 2 കിട്ടുമെന്നും അവർ പറയുകയാണ്. പക്ഷേ അൻവർ ആവശ്യപ്പെടുകയാണ്. പക്ഷേ അതിന് വഴങ്ങില്ല. അൻവറിന്റെ UDF പ്രവേശനവും ഉടൻ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് തന്നെ കോൺഗ്രസ് നേതൃത്വം എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷയാധിഷ്ഠിത സഹകരണം അൻവറിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതായത് ഒരു കാര്യം ഉറപ്പാണ്, അൻവറിനെ UDFിലേക്ക് എടുക്കാൻ ഇപ്പോൾ എന്തായാലും കോൺഗ്രസ് ആലോചിക്കുന്നില്ല. അൻവറിന്റെ സമ്മർദ്ദത്തെ അതിജീവിച്ചുകൊണ്ട് അൻവറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചില്ല, UDFുമായി സഹകരിച്ച് നിൽക്കാനുള്ള തീരുമാനമാണെങ്കിൽ അതൊക്കെ. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഘടകകക്ഷിയായി എടുത്ത ഒരു തീരുമാനത്തിലൂടെ അൻവറിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തായാലും കോൺഗ്രസ് ക്യാമ്പ് ആലോചിക്കുന്നില്ല. കോൺഗ്രസ് അൻവറിന്റെ സമ്മർദ്ദത്തിന് കീഴ്പ്പെടില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണുള്ളത്. പി.വി. അൻവറിന്റെ സമ്മർദ്ദം കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ലീഗിനെ ഇടപെടുത്തി മുന്നണി പ്രവേശനവും സീറ്റുകളും ഉറപ്പിക്കാനാണ് ഇപ്പോൾ പി.വി. അൻവറിന്റെ അടുത്ത നീക്കം. ഇന്ന് P.K. കുഞ്ഞാലിക്കുട്ടിയെ അൻവർ കണ്ടു. പക്ഷേ കാര്യമായ ഉറപ്പൊന്നും ലീഗിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശക്തമായ നിലപാടാണ് ലീഗിനെ പിന്നോട്ട് വലിക്കുന്നത്. 5 മാസമായി കോൺഗ്രസ് ചർച്ച പോലും നടത്തിയിട്ടില്ലെന്നാണ് P.K. കുഞ്ഞാലിക്കുട്ടിയെ കണ്ട ശേഷം പി.വി. അൻവർ പറഞ്ഞത്. ഭാഗമാകലോട്ട് മാസത്രയുന്നു ഇനി ഭാഗം ഈ അവസ്ഥയിലും അല്ല, കോൺഗ്രസ്സുകാർ പലരും എന്നോട്ട് വ്യക്തിപരമായി ബന്ധപ്പെടേണ്ടവർ ബന്ധപ്പെടണ്ടേ. അല്ലാതെ കോൺഗ്രസ് ലീഡർഷിപ്പ് എന്നോട് സൗഹൃദം പണ്ടും ബന്ധപ്പെടുന്നുണ്ട്, ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ബന്ധപ്പെടലായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അല്പസമയം മുമ്പാണ് പി.വി. അൻവർ P.K. കുഞ്ഞാലിക്കുട്ടിയെ കണ്ടത്. എല്ലാ കാര്യങ്ങളും P.K. കുഞ്ഞാലിക്കുട്ടിയെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പി.വി. അൻവർ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങളുമായി C.V. അനുമോദ് ചേരുകയാണ്. അനുമോദ്, ലീഗിന്റെ വാതിലിൽ മുട്ടി UDF പ്രവേശനം ഉറപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലും ഒരു ഉറപ്പാണല്ലോ അൻവർ ആവശ്യപ്പെടുന്നത്. 3 സീറ്റെങ്കിലും വേണം, അതിൽ 2 സീറ്റെങ്കിലും കിട്ടിയിരിക്കണം എന്നൊക്കെയാണല്ലോ പി.വി. അൻവറിന്റെ വാദങ്ങൾ. പക്ഷേ കോൺഗ്രസ് അതിശക്തമായ ഒരു നിലപാടെടുത്തിരിക്കുകയല്ലേ ഇപ്പോൾ, ഒരു തരത്തിലുള്ള വ്യവസ്ഥകളും അംഗീകരിക്കുകയില്ല എന്ന്. അൻവറിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടേണ്ട എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്നലത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഇന്ന് അൻവറിന്റെ പ്രസ്താവനകളുള്ള പ്രതികരണവും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ UDFിൽ അൻവറിന് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള, അൻവറിനുമായി ഏറ്റവും നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുന്ന മുസ്ലിം ലീഗിന്റെ അടുക്കൽ മുസ്ലിം ലീഗിന്റെ നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടിയെയാണ് അൻവർ നേരിൽ കണ്ടത്. അദ്ദേഹം ലീഗിനോട് ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു. മുന്നണിയിൽ എടുക്കുന്നതിന്റെ കാര്യം, അതുപോലെ സീറ്റുകളുടെ കാര്യം, ഇക്കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തെങ്കിലും ആശയവിനിമയം നടത്തിയെങ്കിലും കോൺഗ്രസിനെ മറികടന്ന് ലീഗിന് അക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത്. 2 സീറ്റുകൾ വേണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ചർച്ചകളുടെ ഭാഗമായിട്ട് 1 സീറ്റുകൾ വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുമെന്നൊരു നിലപാടിലേക്ക് എത്തിയേക്കാമെങ്കിലും മറ്റ് കാര്യങ്ങൾ കോൺഗ്രസ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ അന്തിമമായി കോൺഗ്രസ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. പക്ഷേ അൻവറിന്റെ കാര്യത്തിൽ അനുഭാവപൂർവമായ ഒരു സമീപനം ഈ ഒരു ഘട്ടത്തിൽ വേണമെന്ന കാര്യം മുസ്ലിം ലീഗ് ഒരുപക്ഷെ കോൺഗ്രസിനെ അറിയിച്ചേക്കും. കാരണം അത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അൻവറിന്റെ ഒരു സ്വാധീനം അത് നിർണായകമാകുമെന്നൊരു സാഹചര്യം കൊണ്ടാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തുക. പക്ഷേ അത് കോൺഗ്രസിനെ സമ്മർദ്ദപ്പെടുത്തിയിട്ടേ ആകരുത്. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അൻവർ ഈ
കാര്യങ്ങൾ കുറച്ചുകൂടി ഉൾക്കൊണ്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യണമെന്ന നിലപാടിൽ തന്നെയായിരിക്കും ലീഗും ഉണ്ടാവുക. എന്നാണെങ്കിലും ലീഗ് നേതാക്കളുമായിട്ട് അൻവർ തന്റെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് UDFന്റെ നേതാക്കളെല്ലാം തന്നെ നിലമ്പൂരിൽ എത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ വിഷയം അവർ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ 2 ദിവസത്തിനകം തീരുമാനം അറിയിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സരിക്കുമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ആ ഒരു വിലപേശൽ അതിനോട് ഒരു തരത്തിലും വഴങ്ങേണ്ടതില്ല എന്ന നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉള്ളത്. മാറുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ന് UDF നേതാക്കൾ ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള അനുനയത്തിന് സാധ്യതയുണ്ടോ എന്നാണ് പരിശോധിക്കേണ്ടത്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. UDFിൽ പ്രവേശിക്കുക മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റെങ്കിലും കിട്ടണം എന്ന നിലപാട് കൂടിയാണ് PV അൻവറിന് ഉള്ളത്. തിരുവമ്പാടി സീറ്റ് അൻവറിന് മത്സരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാം എന്ന രീതിയിലുള്ള ധാരണ ഉണ്ടായിരുന്നു. അതോടൊപ്പമാണ് ഒരു സീറ്റ് കൂടി PV അൻവർ ചോദിക്കുന്നത്. അത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നാകട്ടെ എന്നാണ് ലീഗ് അനൌദ്യോഗികമായി എടുത്തിരിക്കുന്ന നിലപാട്. പക്ഷേ ഇതേക്കുറിച്ചുള്ള ചർച്ചകളൊന്നും മുന്നോട്ട് പോയിട്ടില്ല. എന്തായാലും PV അൻവർ സമ്മർദ്ദം തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു തരത്തിലും വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. അൻവർ മത്സരിക്കുമെന്നാണ് ഇന്നും തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. 30-ാം തീയതി സംസ്ഥാന കമ്മിറ്റി ചേർന്ന് തീരുമാനമെടുക്കുമെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറയുന്നത്. 2 ദിവസം സമയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അല്ലെങ്കിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ള UDF നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിന് 2 ദിവസത്തെ സമയം ഞങ്ങൾ UDF നേതൃത്വത്തിന് നൽകുകയാണ്. ആ 2 ദിവസം കഴിഞ്ഞാൽ നിലമ്പൂരിൽ ശ്രീ PV അൻവർ മത്സരരംഗത്തുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ തീരുമാനം എടുത്തിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF പ്രചാരണം തുടങ്ങിയെങ്കിലും ഇടതു മുന്നണിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുന്നതേയുള്ളൂ. നിലമ്പൂർ സ്വദേശി കൂടിയായ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്, ജില്ലാ പഞ്ചായത്ത് വഴിക്കടവ് ഡിവിഷൻ അംഗം ഷെറോണ റോയ് എന്നിവരുടെ പേരുകൾക്കാണ് ഇപ്പോൾ ആദ്യ പരിഗണന കിട്ടുന്നത്. പൊതു സ്വതന്ത്രനെ പരീക്ഷിക്കാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന മണ്ഡലം കമ്മിറ്റി ഇന്ന് 3 മണിക്ക് ചേരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ്. അനീഷ്, ഇന്ന് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടുമോ? പ്രഖ്യാപനം വൈകുമെങ്കിലും തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഇന്ന്? മഞ്ജുഷ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുമെന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന് ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ്. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അൻവറുമായുള്ള ചില ആശയക്കുഴപ്പങ്ങൾ, ഭിന്നതകളൊക്കെ ഒരുപക്ഷെ ഇന്നും നാളെയുമൊക്കെ UDF പരിഹരിക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇടത് സ്ഥാനാർത്ഥി ആരെന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു ധാരണയുണ്ടായ ശേഷം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി വാങ്ങി ഉടൻ തന്നെ പ്രഖ്യാപിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. എന്തായാലും M. സ്വരാജ്, CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനുമായ M. സ്വരാജിന്റെ പേര് ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യത്തിൽ ഉയർന്നു കേട്ടു. പാർട്ടിക്ക് താൽപര്യമുണ്ടായെങ്കിൽ പോലും താൻ ഈ മണ്ഡലത്തിലെ ഏകോപന ചുമതലകൾ നിർവഹിച്ച് മുന്നോട്ട് പോകാം എന്നൊരു നിലപാടിലേക്കാണ് M. സ്വരാജ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ DYFI നേതാവായ ഷബീർ അലിയുടെ പേരും കേൾക്കുന്നുണ്ട്. പക്ഷേ ഷെറോണ റോയ് എന്ന UDFന്റെ വഴിക്കടവ് ഡിവിഷൻ പിടിച്ചെടുത്ത ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ പേരിനും വലിയ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നു. ഒരുപക്ഷെ അവരിലേക്ക് ഈ പേരുകൾ എത്താനുള്ള ഈ സ്ഥാനാർത്ഥിയുടെ പേരെത്താനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ മറുവശത്ത് മറ്റു ചില കണക്കൂട്ടൽ പലപ്പോഴും CPM നടത്താറുണ്ട്. ഈ പൊതു സ്വതന്ത്രരായ ആളുകളെ നിയോഗിച്ച് മണ്ഡലം നിലനിർത്തുക എന്നതടക്കമുള്ള പല തന്ത്രങ്ങളും ആവിഷ്കരിക്കാനുണ്ട്. അതുകൊണ്ട് അപ്രതീക്ഷിതമായ ചില പേരുകൾ കൂടി ഒരുപക്ഷെ ഇന്നത്തെ ഈ യോഗത്തിൽ ഉയർന്നു വന്നേക്കാം. U. ഷറഫ് അലി പോലെ പൊതുസമ്മതരായ മറ്റു ചില പാർട്ടിയോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന ആളുകളുടെ പേരുകളുമൊക്കെ ഉയർന്നു വന്നെങ്കിൽ പോലും ഒരു ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കായാണ് CPM കാത്തിരിക്കുന്നത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. എന്തായാലും ഇതടക്കമുള്ള പല പേരുകളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വരികയും ഇന്ന് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് CPM എത്തുകയും ചെയ്യാം. 3 മണിക്കാണ് മണ്ഡലം കമ്മിറ്റി യോഗം ചേരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോവുകയാണ്. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ പരിഹാസവുമായി KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ. കഴിഞ്ഞ 3 മാസത്തോളം ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്ക് സാവകാശം കിട്ടിയിട്ടും LDF സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നാണ് പരിഹാസം. UDFന് തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും അനിൽകുമാർ പറഞ്ഞു. ഞങ്ങൾ ഏപ്രിലിൽ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാവും, പ്രഖ്യാപനം വരും, മെയ്യിൽ ഇലക്ഷൻ ഉണ്ടാവും തീരുമാനിച്ചാണ്. ഇപ്പോൾ ഏപ്രിലും മെയ്യും കഴിഞ്ഞ് ജൂണിലാണ് ഇലക്ഷൻ. ഇത്രയും നാളായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ CPMന് കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDF എത്രമാത്രം മുന്നിലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് പ്രചാരണം തുടങ്ങി. പിതാവ് ആര്യാടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയാണ് പ്രചാരണം തുടങ്ങിയത്.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. തനിക്ക് യോഗ്യത കൂടുതൽ ഉള്ളതുകൊണ്ടല്ല സ്ഥാനാർത്ഥിയായതെന്നും UDF ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എന്റെ ദൗർബല്യവും ഒക്കെ എന്റെ പിതാവാണ്. എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം ഭൗതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കുകയെന്ന ആര്യാടൻ മുഹമ്മദിന്റെയും VV പ്രകാശിന്റെയും ആഗ്രഹം സഫലമാക്കുമെന്ന് DCC പ്രസിഡന്റ് VS ജോയിയും പ്രതികരിച്ചു. وإلى حضرة من ماتوا من آبائنا وأمهاتنا وأساتذتنا خصوصا إلى حضرة من دفن في هذا القبر اسمه كنياكا وإلى حضرة من دفنوا. അതേസമയം നിലമ്പൂരിൽ BJP മത്സരിക്കില്ല, NDA മത്സരിക്കും. നിലമ്പൂരിൽ BDJS സ്ഥാനാർത്ഥിയായിരിക്കും NDAക്ക് വേണ്ടി ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു തീരുമാനവും വന്നിട്ടുണ്ട്. നിലമ്പൂരിൽ BJP സ്ഥാനാർത്ഥി ഉണ്ടാവുകയില്ല, അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്നതാണ് BJPയുടെ നിലപാട്. അതിനാൽ തന്നെ BJP ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. ഏറെ വിമർശനങ്ങൾ നേരിട്ടതാണ് BJP ഇവിടെ മത്സരിക്കാതിരിക്കുന്നതിൽ. എന്തായാലും NDA സ്ഥാനാർത്ഥി നിലമ്പൂരിൽ ഉണ്ടാകും. BDJSനായിരിക്കും സീറ്റ് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, എന്താണ് തീരുമാനം? BDJSന്റെ സ്ഥാനാർത്ഥിയെയും വൈകാതെ പ്രഖ്യാപിക്കുമോ? മഞ്ജുഷ, നമുക്കറിയാം നിലമ്പൂരിൽ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ ആദ്യം തന്നെ BJP എത്തിയിരുന്നു. കാരണം ഇതൊരു ആവശ്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണ്, അതിൽ മത്സരിക്കേണ്ട കാര്യമില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ മത്സരിക്കാതിരിക്കുന്നത് മറ്റു പല സന്ദേഹങ്ങൾക്കും അതുപോലെ വോട്ട് കച്ചവടം എന്ന വലിയ ആക്ഷേപത്തിനും വഴിയൊരുക്കുമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ BDJS മത്സരിക്കാനുള്ള സാധ്യത തെളിയുന്നത്. നേരത്തെ തന്നെ BDJS 2016 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അന്ന് 12,000-ലധികം വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗിരീഷ് മേക്കാടാണ് അന്ന് BDJSന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. വീണ്ടും 2018-21 പക്ഷേ BJP സീറ്റ് ഏറ്റെടുത്തെങ്കിലും അത്രയും വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ BDJSനെ നിലമ്പൂർ മത്സരിപ്പിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ പരമാവധി വോട്ട് സമാഹരിക്കുക എന്ന ഉദ്ദേശം തന്നെയാണുള്ളത്. ഗിരീഷ് മേക്കാട്ട് തന്നെ ആകാം സ്ഥാനാർത്ഥി എന്ന തരത്തിലുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്താണെങ്കിലും നിലമ്പൂരിൽ NDAയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന ഒരു സാധ്യത തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അത് BDJSന്റെ സ്ഥാനാർത്ഥിയാകാനാണ് ഇപ്പോഴും സാധ്യത. അതിനെക്കുറിച്ചുള്ള ഏകദേശം ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി, 2016 BDJS മത്സരിച്ചതാണ്. കഴിഞ്ഞ തവണ 8,500 വോട്ടുകളാണ് BJP സ്ഥാനാർത്ഥിക്ക് നിലമ്പൂരിൽ കിട്ടിയത്. ഇത്തവണ BJP നിലമ്പൂരിൽ മത്സരിക്കില്ല. കഴിഞ്ഞ തവണ 4.9% വോട്ട് മാത്രമായിരുന്നു BJPക്ക് നിലമ്പൂരിൽ കിട്ടിയത്. BDJSന് ഇത്തവണ സീറ്റ് നൽകുകയാണ്. 2016 BDJS മത്സരിച്ചപ്പോൾ കിട്ടിയ വോട്ടിന്റെ അത്രയും വോട്ടുകൾ പോലും 2021 BJPക്ക് കിട്ടിയിരുന്നില്ല. എന്തായാലും നിലമ്പൂരിൽ NDA സ്ഥാനാർത്ഥി ഉണ്ടാകും. വലിയ വിമർശനങ്ങൾ മത്സരിച്ചില്ലെങ്കിൽ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവിന്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം NDA എടുത്തിരിക്കുന്നത്. BDJSന് സീറ്റ് നൽകുവാൻ BJP തീരുമാനിച്ചിരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. IB ഉദ്യോഗസ്ഥയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട സുഗാന്ത് സുരേഷിന്റെ നിർണായക വാട്സാപ്പ് സന്ദേശം ന്യൂസ് 18 കിട്ടി. ജീവനൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് യുവതിയുടെ അമ്മയുടെ ഫോണിലേക്ക് സുഗാന്ത് അയച്ച സന്ദേശമാണ് പോലീസ് വീണ്ടെടുത്തത്. വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നിൽ IB ഉദ്യോഗസ്ഥയുടെ കുടുംബത്തിന്റെ സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന സുഗാന്തിന്റെ ആരോപണങ്ങളുടെ മുനയൊടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പത്തനംതിട്ട കൂടൽ സ്വദേശിനിയായ IB ഉദ്യോഗസ്ഥ കഴിഞ്ഞ മാർച്ച് 24 രാവിലെ ചാക്കയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ ജീവനൊടുക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് യുവതിയുടെ മാതാവിന്റെ വാട്സാപ്പിലേക്ക് സഹപ്രവർത്തകനും കാമുകനുമായിരുന്ന സുഗാന്ത് സുരേഷ് അയച്ച സന്ദേശം ഇങ്ങനെ: പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ യുവതിയോട് പലതവണ ആവശ്യപ്പെട്ടു. ഈ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാൻ നിലവിലെ സാഹചര്യങ്ങൾ തന്നെ അനുവദിക്കുന്നില്ല. വിവാഹത്തിന്റെ പേരിൽ അച്ഛനെയും അമ്മയെയും അനിശ്ചിതത്വത്തിലാക്കാൻ
തനിക്ക് താല്പര്യമില്ല. കൗൺസിലിങ്ങിനോ തെറാപ്പിക്കോ വിധേയയാക്കാൻ യുവതിയെ പ്രോത്സാഹിപ്പിക്കണമെന്നും വാട്സാപ്പ് സന്ദേശത്തിൽ സുഗാൻ സുരേഷ് ആവശ്യപ്പെടുന്നു. കുടുംബത്തിന്റെ അനിഷ്ടം അവഗണിച്ച് മകൾ പ്രണയിച്ച സഹപ്രവർത്തകരിൽ നിന്ന് ലഭിച്ച ഈ സന്ദേശം മാതാവ് ഫോണിൽ വിളിച്ച് യുവതിയെ അറിയിച്ചു. സുഗാന്തിനോട് അടുത്തിടപഴകിയിരുന്ന IB ഉദ്യോഗസ്ഥ ഈ സന്ദേശം ലഭിച്ചതിന് പിന്നാലെ മാനസികമായി തകർന്ന് ജീവനൊടുക്കാനുള്ള തീരുമാനം ഉറപ്പിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. വിവാഹം കഴിക്കാമെന്ന ഉറപ്പിൽ ശാരീരികമായും സാമ്പത്തികമായും തന്നെ ഒരുപാട് ദുരുപയോഗം ചെയ്ത സുഗാന്ത് ഗർഭചിത്രം വരെ നടത്തിച്ചതിന് ശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചതാണ് 24-കാരിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. അതേസമയം യുവതിയുടെ മാതാപിതാക്കൾ കടുത്ത സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നതെന്നായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷയിലെ സുഗാന്തിന്റെ വാദം. യുവതി ജീവനൊടുക്കിയ ദിവസം രാവിലെ നടത്തിയ ഫോൺ സംഭാഷണത്തിലും ഇക്കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെന്നായിരുന്നു സുഗാന്തിന്റെ ആരോപണം. എന്നാൽ സമർത്ഥനായ IB ഉദ്യോഗസ്ഥനായിരുന്ന സുഗാൻ സുരേഷിന് മേൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന്റെ കുരുക്കു മുറുക്കുന്ന തെളിവുകളാണ് വാട്സാപ്പ് സന്ദേശം വീണ്ടെടുത്തതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ, ന്യൂസ് 18. നടൻ ഉണ്ണി മുകുന്ദനെതിരായ പരാതിയിൽ കേസെടുത്ത് പോലീസ്. ടൊവിനോ തോമസ് സിനിമ നരിവേട്ടയെ പ്രശംസിച്ച് പോസ്റ്റ് ഇട്ടതിനാണ് മാനേജർ വിപിനെ മർദ്ദിച്ചതെന്നാണ് പരാതി. ആക്രമിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഉണ്ണി മുകുന്ദൻ എത്തിയതെന്ന് മാനേജർ വിപിൻ കുമാർ ന്യൂസ് 18നോട് പറഞ്ഞു. പരാതി പരിശോധിക്കുമെന്ന് സിനിമാ സംഘടനകളും അറിയിച്ചിട്ടുണ്ട്. ഉണ്ണിമുകുന്ദന്റെ മാനേജറായി കഴിഞ്ഞ 6 വർഷമായി പ്രവർത്തിക്കുകയായിരുന്നു വിപിൻ കുമാർ. ഇന്നലെ രാവിലെ വിപിന്റെ ഫ്ളാറ്റിൽ വന്ന ഉണ്ണിമുകുന്ദൻ പാർക്കിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. ടൊവിനോ വിപിന് സമ്മാനമായി നൽകിയ കണ്ണടയും ചവിട്ടിപ്പൊട്ടിച്ചു. മാർക്കോയ്ക്ക് ശേഷം പുതിയ പടങ്ങൾ കിട്ടാത്തതും ഉണ്ണി സംവിധാനം ചെയ്യാനിരുന്ന പടത്തിൽ നിന്ന് ഗോകുലം മൂവീസ് പിന്മാറിയതും ഉണ്ണിമുകുന്ദനിൽ നിരാശയുണ്ടായിരുന്നു. അത് പലരോടും തീർക്കുകയാണെന്നും വിപിൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ അടുത്ത് നരിവട്ടം എന്ന പടം ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ പ്രശംസിച്ചുകൊണ്ടൊരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് കണ്ടപ്പോഴും ഉണ്ണിക്കത് പിടിച്ചില്ല. പുള്ളി ഞാൻ രാത്രി വിളിച്ചു പറഞ്ഞു, മാനേജർ പരിപാടി വേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഓക്കെ പറഞ്ഞു. ഉണ്ണിയുടെ സ്വഭാവത്തെക്കുറിച്ച് സിനിമാ മേഖലയിലുള്ളവർക്ക് അറിയാമെന്നും വിപിൻ. പരാതിയിൽ കേസെടുത്ത ഇൻഫോ പാർക്ക് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉണ്ണി മുകുന്ദൻ മാനേജറുടെ കരണത്തടിച്ചതായും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും എഫ്ഐആറിൽ പറയുന്നു. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിക്കും. വിപിൻ നൽകിയ പരാതി വിശദമായി പരിശോധിക്കുമെന്ന് ഫെഫ്കയും താരസംഘടനയായ അമ്മയും വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരം വക്കത്ത് കുടുംബത്തിന്റെ കൂട്ട ആത്മഹത്യ. വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരനായ അനിൽകുമാർ, ഭാര്യ ഷീജ, 2 ആൺമക്കൾ എന്നിവരാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, മരണകാരണം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടോ? നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ 11 മണിയോടെയായിരുന്നു നാടിനെ നടുക്കി ഈ ആത്മഹത്യ പുറത്തറിഞ്ഞത്. അയൽവാസികൾ വീടിനകത്തു നിന്ന് ശബ്ദമോ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മുറിയിനകത്ത് 4 പേരും, അതായത് വക്കം ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറും ഷീജ, 2 ആൺമക്കളും തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് മെമ്പറെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് എത്തി നടത്തിയ പരിശോധനയിലായിരുന്നു ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇത് ഇന്നലെ രാത്രി വൈകുന്നേരം തൊട്ട് തന്നെ വീടിന്റെ ഭാഗത്തു നിന്നും മറ്റു വെളിച്ചമോ അനക്കമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴ കാരണം അവർ അകത്ത് തന്നെ ഇരിക്കുകയായിരിക്കും എന്ന് കരുതിയിട്ടാണ് അയൽവാസികൾ അങ്ങനെ അകത്തേക്ക് ചെന്ന് നോക്കാതിരുന്നത്. പിന്നീട് രാവിലെയും അനക്കമൊന്നും കാണാതെ തുടർന്നാണ് അയൽവാസികൾ പരിശോധന നടത്തി നോക്കിയത്. നിലവിലെ പ്രാഥമിക നിഗമനം അനുസരിച്ച് കടബാധ്യതയാണ് ഇത്തരമൊരു കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. ആത്മഹത്യ കുറിപ്പും മറ്റും വീണ്ടെടുത്തിട്ടുണ്ടെങ്കിൽ അത് പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടില്ല. ഒരു ഡയറി കണ്ടെടുത്തു എന്നാണ് നമുക്ക് റൂറൽ SP-യുടെ ഭാഗത്തു നിന്ന് കിട്ടിയ പ്രതികരണം. ഇത് കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ എത്രത്തോളം കടബാധ്യതയുണ്ട്, അതിന് പിന്നാമ്പുറ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ 4 പേരുടെയും ഇൻക്വസ്റ്റ് നടപടികൾ SP-യുടെ നേതൃത്വത്തിൽ പോലീസുകാർ വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരം. നിലമ്പൂർ മണ്ഡലത്തിൽ ആര്യാടൻ ഷൌക്കത്ത് പ്രചാരണം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം പാണക്കാട് എത്തിയിരിക്കുകയാണ്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താൻ പോവുകയാണ്. പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് ആര്യാടൻ ഷൌക്കത്ത്. പാണക്കാട് തങ്ങളെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിക്കുന്നതിന് വേണ്ടി പാണക്കാട് കുടുംബത്തിൽ എത്തിയിരിക്കുന്നത്.
കെ കുഞ്ഞാലിക്കുട്ടി, മുനവർ അലി തങ്ങൾ എന്നിവർ ചേർന്ന് ആര്യാടൻ ഷൌക്കത്തിനെ സ്വീകരിച്ചു. ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയാണ്. അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്തടിയുകയാണ്. തിരുവനന്തപുരം, അഞ്ചുതെങ്ങ്, അയിരൂർ, വർക്കല, പാപനാശം, മാന്തറ എന്നിവിടങ്ങളിലാണ് ഇന്ന് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. പാപനാശത്ത് ബലിമണ്ഡപത്തിന് സമീപം അടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ചാക്കുകെട്ടുകൾ പുറത്തേക്ക് വീണ അവസ്ഥയിലായിരുന്നു. ഇവ പരിശോധനയ്ക്കായി സമുദ്ര ഗവേഷണ വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. കേരള തീരത്ത് മറിഞ്ഞ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ കേരളത്തിന്റെ തെക്കൻ തീരദേശ പ്രദേശങ്ങളിൽ കരയ്ക്ക് വന്നടിഞ്ഞു തുടങ്ങി. പല കണ്ടെയ്നറുകളും ഭാഗികമായും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാന്തുറ, പാപനാശം, അതേപോലെ തന്നെ അഞ്ചുതെങ്ങ് എന്നീ തീരപ്രദേശങ്ങളിലാണ് നിലവിൽ കണ്ടെയ്നറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. കണ്ടെയ്നറിൽ നിന്നും പൊട്ടി പുറത്തേക്ക് വന്ന ചാക്കുകളിലെ വിവരങ്ങൾ പ്രകാരം LLDP അഥവാ ലീനിയർ ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന ഒരുതരം രാസവസ്തുവാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഈ അഗ്രികൾച്ചർ, പാക്കേജിംഗ്, കൺസ്ട്രക്ഷൻ എന്നീ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് ഇതിനകത്തുള്ളത്. അത് തീരത്തെ പല ഭാഗങ്ങളിലും പൊട്ടി ഈ തീരത്തേക്ക് പടർന്ന രീതിയിലാണ് കാണുന്നത്. 2 കണ്ടെയ്നറുകൾ ഈ വസ്തുക്കൾ തന്നെയാണോ അതോ മറ്റു കണ്ടെയ്നറുകളിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള പ്ലാസ്റ്റിക് ചാക്കുകളാണോ എന്നൊന്നും വ്യക്തമല്ല. 2 കണ്ടെയ്നറുകളും നിലവിൽ കാലിയാണ്. അതിനകത്തൊന്നും തന്നെ കാണാനില്ല. ഒന്ന് പൊട്ടി പരിപൂർണമായി തീരത്തടിഞ്ഞിട്ടുണ്ട്, മറ്റൊന്ന് ഭാഗികമായി തകർന്നിട്ടാണുള്ളത്. ഇന്നലെയും അവിടെ കൊല്ലത്തും പരിസര പ്രദേശങ്ങളിലും നമ്മൾ ഈ കാണപ്പെടുന്ന സാധനങ്ങൾ കണ്ടുകിട്ടിയില്ല. പക്ഷെ ഇന്ന് ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു സാധനം. ഇത് കാൽഷ്യം കാർബൈഡ് ആണെന്നാണ് എന്റെ ബലമായ സംശയം. കാൽഷ്യം കാർബൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മിനറലാണ്. അത് എന്തിനുപയോഗിക്കുന്നത് പറഞ്ഞാൽ ടയർ മാനുഫാക്ചറിങ്, ടയർ ഉണ്ടാക്കുന്നതിനും സ്റ്റീൽ ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കുന്ന ഒരു ചീഫ് മെറ്റീരിയൽ ഇതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് ടൺ കണക്കിന് നമ്മുടെ നാട്ടിലോട്ട് കൊണ്ടുവരുന്നത്. ഇതേ കാൽഷ്യം കാർബൈഡാണ് നമ്മുടെ പഴങ്ങൾ പെട്ടെന്ന് പഴുക്കാൻ, മാമ്പഴം എല്ലാം പെട്ടെന്ന് പഴുക്കാൻ കല്ല് വെക്കുക എന്ന് പറയും. അത് ഇതേ കാൽഷ്യം കാർബൈഡാണ്. ഈ കാൽഷ്യം കാർബൈഡ് വെച്ച് മാങ്ങ കഴിച്ചാൽ പലർക്കും ക്യാൻസർ, അതേപോലുള്ള ഉദര രോഗങ്ങൾ, ലിവർ സിറോസിസ് മുതലായ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇന്ത്യയിലെ കാൽഷ്യം കാർബൈഡ് പഴങ്ങളിൽ യൂസ് ചെയ്യുന്നത് ബാൻ ചെയ്തിരിക്കും. തീരദേശവാസികൾ നിലവിൽ ആശങ്കയിലാണ്. നിലവിൽ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് പോലീസും, തീരദേശ പോലീസും കോസ്റ്റൽ ഗാർഡും അടക്കം പോലീസ് നിലവിൽ തീരദേശത്തുണ്ടെങ്കിലും ദുരന്ത നിവാരണ അതോറിറ്റിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. കലക്ടറേറ്റിൽ നിന്നടക്കം ജീവനക്കാർ എത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഇതിവിടെ നീക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുക എന്നാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ജനങ്ങളും തീരദേശവാസികളുമെല്ലാം ആശങ്കയിലാണ്. കാരണം ഇതിൽ നിന്നുള്ള ഉണ്ടാകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. കാരണം കണ്ടെയ്നറിനകത്തുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, അവ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് എന്നൊന്നും കമ്പനി അധികൃതരോ വിഴിഞ്ഞം പോർട്ട് ഉദ്യോഗസ്ഥരോ ഒന്നും പുറത്തുവിട്ടിട്ടില്ല. വരും ദിവസങ്ങളിലോ വരും മണിക്കൂറുകളിലോ മാത്രമേ ഇതിനെ പറ്റിയുള്ള ഒരു പൂർണ്ണ വിവരങ്ങൾ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിക്കാനാവുകയുള്ളൂ. ക്യാമറമാൻ ബിപിൻ മുരളിയോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഒരു മരണം. പാലക്കാട് തേങ്കുറിശ്ശിയിൽ തോട്ടിൽ മീൻ പിടിക്കാനിറങ്ങിയ ആളാണ് മരിച്ചത്. ശക്തമായ മഴയിൽ പലയിടത്തും മരം വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വൈദ്യുതി ബന്ധവും തകരാറിലാണ്. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നു. തീരമേഖലയും കടൽക്ഷോഭ ഭീഷണിയിലാണ്. തിരുവനന്തപുരം മലയോര മേഖലയിൽ മഴ വ്യാപക നാശം വരുത്തി. വെങ്ങാനൂരിൽ പഞ്ചായത്ത് കിണർ ഇടിഞ്ഞു താഴ്ന്നു. സമീപത്തെ വാട്ടർ ടാങ്കും അപകടത്തിലാണ്. കാഞ്ഞിരംകുളം കൈവമ്പിള സർവീസ് റോഡ് വെള്ളത്തിലായി. കൊല്ലം പട്ടാഴിയിൽ മരച്ചില്ല വീണ് ഗൃഹനാഥൻ മരിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഗുരുതര പരുക്കേറ്റു. മൈനാഗപ്പള്ളി, പോരുവഴി, പടിഞ്ഞാറേ കല്ലട, ശൂരനാട് എന്നിവിടങ്ങളിൽ വീട് തകർന്നു. ജില്ലയിൽ 2 വീടുകൾ പൂർണ്ണമായും 42 വീടുകൾ ഭാഗികമായും തകർന്നതായാണ് പ്രാഥമിക കണക്ക്. പള്ളിമുക്ക് റോഡിൽ മരം കടപുഴകി. എഴുകോണം ചടയമംഗലത്തും വ്യാപക കൃഷിനാശമുണ്ടായി. കുളത്തൂപ്പുഴ അമ്പലക്കടവ് പാലത്തിനായി നിർമ്മിച്ച തടയണ ഒലിച്ചുപോയി. ആയൂർ അഗമൺ ഭാഗത്ത് MC റോഡിന്റെ വശമിടിഞ്ഞ് തോട്ടിലേക്ക് പതിച്ചു. പത്തനംതിട്ട മൂഴിയാർ ഡാമിന്റെ ഷട്ടർ തുറന്നു. കക്കാട്ടാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. കോട്ടയം രാമപുരം കൂത്താട്ടുകുളം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. എറണാകുളം വാരപ്പെട്ടിയിൽ ശക്തമായ കാറ്റിൽ മരം വീണ് വീട് തകർന്നു. ചെമ്പൻകുഴിയിൽ ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരം വീണ് യാത്രക്കാർക്ക് പരുക്കേറ്റു. ചേലാട്, പഴങ്ങര, നെല്ലിമറ്റം, ചെമ്പൻകുഴി, അയ്യപ്പൻമുടി എന്നിവിടങ്ങളിലും മരങ്ങൾ കടപുഴകി. പിടവൂരിലും കോട്ടപ്പടിയിലും മരം വീണ് വീട് തകർന്നു. ഇടുക്കിയിൽ ദേശീയപാത 85-ലടക്കം മരം കടപുഴകി ഗതാഗതം തടസ്സപ്പെട്ടു. മാങ്കുളത്ത് ബസിന് മുകളിലേക്ക് മരം വീണു. കുരിശുപാറയിൽ മൊബൈൽ നെറ്റ്വർക്ക് കിട്ടാതായിട്ട് ദിവസങ്ങളായി. വെള്ളത്തൂവൽ ശല്യാംപാറയിലും മരം വീണ് വീട് തകർന്നു. വിനോദസഞ്ചാര മേഖലയും നിശ്ചലമാണ്. പാലക്കാട് തേങ്കുറിശ്ശിയിൽ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു.
തേങ്കുറിശി സ്വദേശി രമേശാണ് മരിച്ചത്. മീൻ പിടിക്കാൻ ഇറങ്ങവെയാണ് അപകടം. പയ്യന്നൂരിൽ ബൈക്ക് യാത്രികനുമേൽ ആൽമരം വീണു. യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശക്തമായ മഴയിൽ കാസർകോട് ഉദിനൂർ മുതിരക്കോവലിലെ കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണം. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. ഇന്ന് 3 ജില്ലകൾക്ക് റെഡ് അലർട്ടാണ്. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 3 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും. മെയ് 30 വരെ വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. കനത്ത മഴ ഇന്നും സംസ്ഥാനത്ത് ട്രെയിൻ ഗതാഗതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ട്രാക്കിലേക്ക് മരം വീണതോടെ തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള മിക്ക ട്രെയിനുകളും വൈകി. ഖൊരഗ്പൂർ, രപ്തിസാഗർ, അഹില്യനഗരി എക്സ്പ്രസ് ട്രെയിനുകൾ റദ്ദാക്കി. തിരുവനന്തപുരത്തേക്കുള്ള വന്ദേ ഭാരത്, നേത്രാവതി, പരശുറാം, വിവേക് എക്സ്പ്രസ് എന്നിവ വൈകിയാണ് സർവീസ് നടത്തുന്നത്. ട്രെയിനുകൾ മണിക്കൂറുകൾ വൈകിയതോടെ വിവിധ ആവശ്യങ്ങൾക്കായി തലസ്ഥാനത്തെത്തേണ്ട യാത്രക്കാരും വലഞ്ഞു. സംസ്ഥാനത്ത് 9 നദികളിൽ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ്. മീനച്ചിൽ, കോരപ്പുഴ, അച്ചൻകോവിൽ, മണിമല നദികളിൽ ഓറഞ്ച് അലർട്ടും കാസർഗോഡ്, ഉപ്പള, വയനാട്, കബനി നദികളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. പുഴയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇടുക്കി ഡാമിൽ ജലനിരപ്പ് 2333.62 അടിയായി. 24 മണിക്കൂറിനുള്ളിൽ 3 അടി വെള്ളം ഡാമിലേക്ക് എത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 118.10 അടിയാണ് ഇപ്പോൾ. എറണാകുളം കണ്ണമാലിയിൽ കടലാക്രമണം രൂക്ഷമാണ്. പല വീടുകളിലും വെള്ളം കയറി. ടെട്രാപാഡ് ഇടാത്ത 7 കിലോമീറ്റർ ദൂരത്താണ് ദുരിതം. കാലവർഷം രൂക്ഷമായതോടുകൂടി കടലാക്രമണവും ശക്തമാണ്. തീരത്തുള്ള ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണമാലിയിലാണ്. കണ്ണമാലിയിൽ ഇപ്പോൾ വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ കടൽ ഉള്ളിലേക്ക് കയറി വരികയാണ്. ഇവിടെ വീടുകളിൽ മുഴുവൻ ഈ വെള്ളം എത്തും. ഇന്ന് അമാവാസി കൂടി ആയതുകൊണ്ട് ഈ വേലിയേറ്റത്തിന് രൂക്ഷതയേറും. അത് കൂടുതൽ സമയത്തേക്ക് ആ വെള്ളം കയറിയത് വീടുകളുടെ ഉള്ളിൽ തന്നെ നിൽക്കുകയും ചെയ്യും. വളരെ ബുദ്ധിമുട്ടിലാണ് നാട്ടുകാരൊക്കെ, പ്രദേശവാസികളൊക്കെ. കാരണം പലരും മത്സ്യത്തൊഴിലാളികളാണ്. ഉപജീവന മാർഗം നിലച്ചിരിക്കുന്ന സാഹചര്യം, കടലിലിറങ്ങാൻ പറ്റാത്ത സാഹചര്യം. അത് മാത്രമല്ല, വീടുകളിലൊക്കെ വെള്ളം കയറുമ്പോൾ കുടിവെള്ളത്തിന്റെ പ്രശ്നം, അതുപോലെ പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള പ്രശ്നങ്ങളൊക്കെ, സെപ്റ്റിക് ടാങ്കുകളൊക്കെ നിറഞ്ഞ് കവിയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വളരെ രൂക്ഷമായ ഒരു അവസ്ഥയാണ് എന്തായാലും കണ്ണമാലി പ്രദേശത്തുള്ളത്. ഈ മഴ തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴ തുടങ്ങിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഈ മഴക്കാലം കഴിയുന്ന ഒരു സാഹചര്യത്തിൽ ഏതവസ്ഥയിലാകും ഇവരുടെ ജീവിതം എന്നുള്ള കാര്യം അങ്ങേയറ്റം ദുഷ്കരമാണെന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. 5 വർഷമായിട്ട് ഇപ്പൊ ഈ കടലേറ്റം തുടങ്ങിയിട്ട് ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമാണ് ഈ ജിയോ ബാഗ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചത്. അതിപ്പോ വെച്ചതെല്ലാം താഴേലായി. ഞങ്ങൾക്ക് ഇവിടെ ഒരു സമാധാനം ഇല്ലാത്തൊരു ജീവിതമാണ് ഞങ്ങൾ ജീവിക്കണം. ഞങ്ങൾ എത്ര പ്രാവശ്യം എന്തോരം ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഈ നാട് അവസ്ഥ പറയുന്നുണ്ട്. ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തരാൻ നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്. ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്കല്ലേ അറിയുള്ളൂ. ഞങ്ങളുടെ കുഞ്ഞു മക്കളാണെങ്കിലും ഞങ്ങളുടെ ജീവിതം പോയി. ഞങ്ങളുടെ മക്കൾക്കെങ്കിലും വേണ്ടി ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ദുരിതം മുഴുവൻ. ഞങ്ങൾ എത്ര സ്ഥലത്ത് കയറി ഇറങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജിയോ ബാഗുകൾ മാത്രമാണ് ഈ തീരത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1 വർഷമായി മാത്രമാണ് ജിയോ ബാഗുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. 7 കിലോമീറ്ററോളം ഇനി ടെട്രാപോഡുകൾ ഇടാനുണ്ട്. 7 കിലോമീറ്റർ മുൻപുള്ള ഭാഗത്ത് വെച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് അടിക്കുന്ന തിരയുടെ ശക്തി കൂടി ഇവിടെയുള്ള തീരത്തേക്ക് അടിച്ചു കയറുകയാണ്. അത്ര വലിയ ശക്തമായ തിരകളാണ് ഈ ഭാഗത്ത്. എപ്പോഴും ഏത് സമയത്തും അത്തരം വലിയ തിരകളാണുള്ളത്. നമുക്ക് ഇവിടെയുള്ളവരൊക്കെ ഈ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്, അങ്ങേറ്റം ദുഷ്കരമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഈ സെപ്റ്റിക് ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കായി അവർക്ക് മറ്റ് സാഹചര്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ, കുടിവെള്ളം ഇല്ലാതെ വരുന്ന അവസ്ഥയാണ്. ഭക്ഷണം പാകം ചെയ്യണം, വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം, കിടന്നുറങ്ങണം, അല്ലെ വീട്ടിൽ വിശ്രമിക്കേണ്ട സാഹചര്യം, അതൊക്കെ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ നമ്മൾ കണ്ണമാലിയിൽ ഉള്ളത്. അതിരൂക്ഷമായ തരത്തിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെള്ളം ഏറുകയുള്ളൂ എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ഒരു ലെവലിലല്ല വെള്ളം നിൽക്കുക. വീട്ടിനുള്ളിലെല്ലാം, ഈ പ്രദേശത്തുള്ള വീടുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ KP ധനേഷിനൊപ്പം ആജ്ഞാരവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. മുഖ്യമന്ത്രിയുടെ ജീവചരിത്രവുമായി പിണറായി ദ ലെജൻഡ് എന്ന പേരിൽ ഡോക്യുമെന്ററി